പെരുന്നാളിന് പള്ളിയിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് വീട് വൃത്തിയാക്കാൻ പാടുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഇതിന്റെ വസ്തുത? ഒരുപക്ഷെ ചില ആളുകൾ പെരുന്നാളിന് നേരത്തെ പോകാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതായിരിക്കും അത്. ഉം. വീട് വൃത്തിയാക്കാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് സമയം വൈകും. അതുകൊണ്ട് പെരുന്നാൾ നമസ്കാരമൊക്കെ നഷ്ടപ്പെടും എന്ന നിലക്ക് ആരെങ്കിലും പറഞ്ഞുണ്ടാക്കിയതായിരിക്കും. അതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വീട് വൃത്തിയാക്കാൻ പാടില്ല, നേരത്തെ പെരുന്നാൾ ദിവസത്തിൽ ഇന്നിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയോ നമ്മുടെ മുൻഗാമികളാരും നമുക്കത് പഠിപ്പിച്ചു തരികയോ ചെയ്തിട്ടില്ല. ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമൊക്കെ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ആഘോഷങ്ങൾ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് ഒരു പ്രദേശത്തുള്ളത് മറ്റൊരു പ്രദേശത്തുണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ ചോദ്യത്തിലാണ് ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു വിശ്വാസം ജനങ്ങൾക്കിടയിലുണ്ട് എന്നറിയുന്നത്. മനസ്സിലാവുന്നു. നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഒരു വിശ്വാസമാണെങ്കിൽ നമുക്കത് അറിയുമല്ലോ. അതെ. അപ്പോൾ ഇതേതോ ഒരു ചില പ്രദേശത്ത് മാത്രം അല്ലെങ്കിൽ ചില വ്യക്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അന്ധവിശ്വാസമാണ്. കേരളത്തിൽ എല്ലായിടത്തും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതാകുന്നത്. അതെ. ഏതായാലും അങ്ങനെ ഒരു വിശ്വാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പെരുന്നാൾ ദിവസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങൾ വരെ പഠിപ്പിച്ചു അതെ തന്നപ്പോൾ അതെ എങ്ങനെ ചെയ്യാൻ പാടില്ലെങ്കിൽ എന്തായാലും അത് പഠിപ്പിച്ചു തരണം. തീർച്ചയായും പഠിപ്പിച്ചു തരും.